ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്ലസ് ടുവിലെ കൂട്ടുകാരെ, ലിസാനുൽ ഖുർആനിലെ അവസാനത്തെ പാഠാണ്. മിനൽ ഹദീഥി ഷരീഫ എന്നാണ് പാഠത്തിന്റെ ഹെഡിങ്. നമുക്കറിയാം എന്താണ് വിഷയം. ഖത്ഇന്റെയും വസ്ലിന്റെയും ഹംസയെ കുറിച്ചുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ പാഠത്തിലുള്ള വിഷയം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നതും ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നതുമായ രണ്ട് ടൈപ്പ് ഓഫ് വാക്കുകളുണ്ട്, സെന്റൻസുകളുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പാഠം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് നമ്മൾ എങ്ങനെ വായിക്കുക? ഇത്തഖിൽ മഹാരിം. ഇതെങ്ങനെ വായിക്കുക? വത്തഖില്ല. ഇതെങ്ങനെ വായിക്കുക? അനിത്തഖിൽ ദുൽമ. അല്ലെ? ഇങ്ങനെയൊന്നും ഉദാഹരണം ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ ഇതുണ്ട് ഫസ്റ്റത്തത്. പക്ഷെ ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇത്തഖിൽ മഹാരിമ എന്നതിലുള്ള ഈ ഇത്തഖി തന്നെയല്ലേ വത്തഖി എന്ന് പറയുമ്പോഴും അനിത്തഖി എന്ന് പറയുമ്പോഴൊക്കെ ഉള്ളത്? ഇവിടെ നമ്മൾ ഈ എന്ന് വായിച്ചു, ഇവിടെ വത്തഖി. ഈ ഹംസയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഉച്ചരിക്കുന്നില്ല. വാവ് ചേർത്ത് വായിക്കുന്നത് കൊണ്ടാണ്. മുമ്പുള്ള അൻ എന്നതിനോട് ഇത്തഖി ചേർത്ത് വായിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ചേർക്കുന്നില്ല. ഇതേ അന്ന് ഇവിടെ ചേർത്താൽ അനിത്തഖി എന്ന് വായിക്കുക. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വായിച്ചത്? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് നമ്മൾ ഇത് വായിക്കാൻ തുടങ്ങുന്നത്. മുമ്പത്തത് പറഞ്ഞിട്ട് നമ്മളവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്തു, ശേഷമുള്ളത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? വായിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ എന്നത് വായിക്കുക. അല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല? ഈ ഹംസ വായിക്കുകയില്ല. എന്നാൽ ഇവിടെ നോക്കിയേ, അത്ഖാക്കും വ അത്ഖാക്കും ഹുവ അത്ഖാ. മുമ്പുള്ളതിന്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോഴും ആ എന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ എന്ന് തന്നെ പറയുന്നുണ്ട്. ആ എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറയണം. അപ്പോ ഇവിടുത്തെ ഹംസയെ ഉച്ചരിച്ചില്ല, ഇവിടുത്തത് ഉച്ചരിച്ചു. എന്താണ് ഇങ്ങനെ ഉച്ചരിക്കുന്നതും ഉച്ചരിക്കാത്തതുമായിട്ട് രണ്ട് രീതിയിൽ ഹംസകൾ വരുന്നത്? അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാക്കുകളുടെ തുടക്കത്തിൽ, ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണത്തിലൊക്കെ വാക്കിന്റെ തുടക്കത്തിൽ വരുന്ന ഹംസയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതൊക്കെ, അല്ലെ? തുടക്കത്തിൽ വരുന്ന ഹംസ, വാക്കുകളുടെ തുടക്കത്തിൽ വരുന്ന ഹംസകൾ രണ്ട് തരത്തിലുണ്ട്. ഖത്ഇന്റെ ഹംസയും ഉണ്ട്, വസ്ലിന്റെ ഹംസയും ഉണ്ട്. വാക്കുകളുടെ തുടക്കത്തിൽ വരുന്ന ഹംസകൾ രണ്ട് രൂപത്തിലുണ്ട്. ഖത്ഇന്റെ ഹംസയും വസ്ലിന്റെ ഹംസയും. ഖത്ഇന്റെ ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖത്ഇന്റെ ഹംസ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. കണ്ടോ? അത്ഖ അത്ഖ അത്ഖ. ഇത് ഇതിന്റെ മുന്നത്തതിനോട് ചേർത്ത് വായിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വായിക്കും. വസ്ല് എന്നാണ് ഇതിന് പറയാ. വസ്ലിന്റെ ഹംസ, അതായത് വസ്ല് ചെയ്ത് വായിക്കുമ്പോൾ അത് ഉച്ചരിക്കൂല എന്നാണ്. വസ്ലിന്റെ ഹംസ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണ്? അത് ചേർത്തി വായിക്കുന്ന സമയത്ത് മുമ്പുള്ളതിന്റെ കൂടെ ഇത് അങ്ങ് ചേർത്താൽ മതി, ഇത് വേണ്ട. ഇവിടെ അ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഹുവ അത്ഖ എന്ന് പറയുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കട്ട് ചെയ്യൂല. വത്തഖി എന്ന് പറയാം. അപ്പൊ ഖത്ഇ ചെയ്യുന്നില്ല, ചേർത്തി വായിക്കുന്നു. വത്തഖി. അപ്പൊ ചേർത്തി വായിക്കുന്ന സമയത്ത്, മുമ്പുള്ള വാക്കുമായി ചേർത്തി വായിക്കുന്ന സമയത്ത് ഉച്ചാരണത്തിൽ വരാതെ കളയപ്പെടുന്ന ഹംസയെയാണ് വസ്ലിന്റെ ഹംസ എന്ന് പറയുന്നത്. എപ്പോഴും ഉച്ചാരണത്തിൽ വരുന്നതാണ് ഖത്ഇന്റെ ഹംസ എന്ന് പറയുന്നത്. ഇത്രയേ വിഷയമുള്ളൂ. ഇനി നമുക്കൊരു ഹംസ കണ്ടാൽ ഇത് വസ്ലാണോ ഖത്ആണോ എന്ന് മനസ്സിലാക്കിയാലല്ലേ ചേർത്ത് വായിക്കുമ്പം അത് ഉച്ചരിക്കണോ വേണ്ടേന്നൊക്കെ അറിയുള്ളൂ. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കുന്നത്. ഒരു സാധനം കണ്ടാൽ, ഒരു ഹംസ കണ്ടാൽ അത് ഖത്ആണോ വസ്ലാണോ എന്ന് നമുക്കറിയണം. അതെങ്ങനെ അറിയാ? അപ്പൊ ഇത് ആദ്യം അതിന്റെ താരീഫ് ഒന്ന് പറയാം. ഹംസത്തുൽ ഖത്ഇ തസ്ബുതു ഫിൽ ഇബ്തിദാഇ വൽ വസ്ലി. ഇബ്തിദാ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും വൽ വസ്ലി ചേർത്തി വായിക്കുകയാണെങ്കിലും രണ്ടാണെങ്കിലും ഉച്ചരിക്കും. അതിനാണ് ഖത്ഇന്റെ ഹംസ എന്ന് പറയുന്നത്. എന്നാൽ ഹംസത്തുൽ വസ്ലി തസ്ബുതു ഫിൽ ഇബ്തിദാഇ, സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ തന്നെ ഫിൽ ഇബ്തിദാഇ എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ അങ്ങ് നിർത്തിയിട്ട് ഇത് മാത്രമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയണ്ടേ? അൽ ഇബ്തിദാ എന്നാ പറയേണ്ടത്, അല്ലെങ്കിൽ അൽ ഇബ്തിദാ എന്നാ പറയേണ്ടത്. മനസ്സിലായ? അൽ ഇബ്തിദാ. ആ എന്ന് വായിക്കണം. എന്തുകൊണ്ട്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഹംസയും വായിക്കണം. അപ്പൊ ഇബ്തിദായിൽ എല്ലാ ഹംസയും പറയും. വസ്ലിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വസ്ലിന്റെ ഹംസയെ കളയപ്പെടുന്നത്. വസ്ലിൽ കളയപ്പെടുന്നത് കൊണ്ടാണ് വസ്ലിന്റെ ഹംസ എന്നതിന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹർഫുകൾ. നമുക്ക് മൂന്ന് ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത്, അല്ലെ? അറബി ഭാഷയിൽ മൂന്ന് ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത്. ഹർഫ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഇസ്മ എന്ന് പറയുന്ന സാധനമുണ്ട്, ഫിഅൽ എന്ന് പറയുന്ന സാധനവും ഉണ്ട്. ഫിഅലുകളിലും ഹംസത്തുൽ വസ്ല് വരാം, ഫിഅലിന്റെ സ്റ്റാർട്ടിങ്ങിലും ഹംസത്തുൽ വസ്ല് വരാം, ഇസ്മിന്റെ സ്റ്റാർട്ടിങ്ങിലും ഹംസത്തുൽ വസ്ല് വരാം, ഹർഫുകളിലും വരാം. ഹംസത്തുൽ വസ്ല് മാത്രമല്ല ഖത്ഉം വരാം. അപ്പം
സാധാരണ നമ്മളിപ്പം അന്ന അല്ലെങ്കിൽ ഇന്ന, അൻ ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇതൊക്കെ ഖത്ഇന്റെ ഹംസയാണ്. നോർമലി കാണുന്നതൊക്കെ ഖത്ആണ്. പക്ഷെ വസുലിന്റെ ഹംസ എന്താണ്? നമുക്ക് കുറച്ച് പരിമിതമായ സാധനങ്ങൾ മാത്രമേ വസുലിന്റെ ഹംസ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതങ്ങ് പഠിച്ചു വെച്ചാല് ബാക്കിയുള്ളതൊക്കെ ഖത്ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ വസുലിന്റെ ഹംസ ഏതാ? ഹർഫുകളിലെ വസുലിന്റെ ഹംസ എന്ന് പറയുന്നത് ലാമു തഅരീഫിലുള്ള ഹംസ മാത്രമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ലാ തദ്ഖുലു ഹംസത്തുൽ വസ്ലി മിനൽ ഹുറൂഫി ഇല്ലാ ഫീ ലാമി തഅരീഫ്. ഹംസത്തുൽ വസ്ല് ഹർഫുകളിൽ നിന്ന് ലാമു തഅരീഫിൽ മാത്രമേ പ്രവേശിക്കൂ. ലാമു തഅരീഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? അൽ എന്ന് നമ്മൾ ഒരു വാക്കിന്റെ മുന്നിൽ ചേർക്കുന്നതിനെയാണ് ലാമു തഅരീഫ് എന്ന് പറയുന്നത്. അൽ ഗുലാം, അൽ ഫറസ്, അത്തഅരീഫ്, അൽ വസ്ൽ, അൽ ഹുറൂഫ്, ഇവിടെ ഒക്കെ ഉണ്ട് ഈ സാധനം. ഇതൊക്കെ ലാമു തഅരീഫാണ്. കണ്ടോ? ഇതൊക്കെ ലാമു തഅരീഫാണ്. അപ്പൊ എക്സാമ്പിൾ പറയാ അൽ ഗുലാം, അൽ ഫറസ്. അപ്പൊ ലാമു തഅരീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിന്റെ മുന്നിൽ നമ്മൾ അല്ല് എന്ന് ചേർക്കുന്നതിനാണ് ലാമു തഅരീഫ് എന്ന് പറയുന്നത്. ഈ അല്ല് എന്ന് പറയുമ്പോൾ ലാമാണ് ചേർക്കുന്നതെങ്കിലും അതിന്റെ കൂടെ എപ്പോഴും ഒരു ഹംസ വരുന്നുണ്ടല്ലോ. ആ ഹംസ എന്താണ്? വസുലിന്റെ ഹംസയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അൽ ഗുലാം എന്ന് പറയും. പക്ഷെ ഈ വാവിന്റെയും കൂടെ ചേർത്ത് വായിക്കുകയാണ് വൽ ഗുലാം, വൽ ഫറസ്, അങ്ങനെയാ വായിക്കുക. അപ്പൊ ഖത്അ ചെയ്യുന്നില്ല. ചേർത്തി വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഹംസയെ അങ്ങ് കളയുന്നു. തസ്ഖുതു ഫിൽ വസ്ലി, ഹംസ കളയപ്പെടുന്നു. ചേർത്ത് വായിക്കുമ്പോൾ ഹംസ കളയപ്പെടുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു ഇസ്മ, ഫീല്, ഹർഫ് എന്ന് പറയുന്ന 3 കാറ്റഗറികളിലും നമുക്ക് എന്ത് വരാം? വസുലിന്റെ ഹംസ വരാം. വസുലിന്റെ ഹംസ എവിടെയൊക്കെ വരുന്നതെന്ന് പഠിച്ചാൽ ഖത്ഇന്റെ ഹംസ ബാക്കിയുള്ളതൊക്കെ ഖത്ഇന്റെ ഹംസയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വസുലിന്റെ ഹംസ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പാഠത്തിൽ പറയാൻ പോകുന്നത്. അപ്പൊ വസുലിന്റെ ഹംസ ഏതൊക്കെയാണ്? ഹർഫുകളിലെ വസുലിന്റെ ഹംസ എന്ന് പറയുന്നത് ലാമു തഅരീഫിലുള്ള ഹംസ മാത്രമാണ്. ക്ലിയർ ആണല്ലോ? എന്നാൽ ഇനി ഇസ്മിലെ വസുലിന്റെ ഹംസ ഏതൊക്കെയാണ്? ഇസ്മിലെ വസുലിന്റെ ഹംസ എന്ന് പറയുന്നത് 2 കാറ്റഗറികളായിട്ടാണ് വരുന്നത്. ഒന്ന് സുദാസിയും ഖുമാസിയുമായ ഫിഅലുകളുടെ മസ്ദർ. ഇത് ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഖുമാസിയായ ഒരു ഫിഅല് എന്ന് പറഞ്ഞാൽ ഇന്തലക്കയാണ് എക്സാമ്പിൾ. 1, 2, 3, 4, 5 5 അക്ഷരങ്ങളുണ്ട്. 5 അക്ഷരമുള്ള ഫിഅലിന്റെ മസ്ദറിൽ പക്ഷേ ചിലപ്പോൾ 6 അക്ഷരം ഉണ്ടാവും. നോക്കിയേ, 1, 2, 3, 4, അലിഫ് അടക്കം 5, 6. കണ്ടോ? അപ്പൊ മസ്ദറിലെ എണ്ണം നോക്കിയിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 7 എണ്ണൊക്കെ വരും. 1, 2, 3, 4, 5, 6, 7 അക്ഷരമുണ്ട്. അങ്ങനെ നോക്കരുത്. മസ്ദറിലെ എണ്ണം അല്ല നോക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഖുമാസിയും സുദാസിയുമായ ഫിഅലിന്റെ മസ്ദറിൽ എത്ര അക്ഷരം ഉണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ഫിഅലിൽ എത്ര ഉണ്ട് നോക്കിയാൽ മതി. ഫിഅലിൽ എത്രയുണ്ട്? 1, 2, 3, 4, 5. അപ്പൊ ഇത് ഖുമാസിയാണ്. 1, 2, 3, 4, 5, 6. ഇത് സുദാസിയാണ്. സുദാസിയും ഖുമാസിയുമായ ഫിഅലിന്റെ മസ്ദർ, ആ മസ്ദറാണ്, മസ്ദറിലെ ഹംസയാണ് എന്തായിട്ട് വരിക? വസുലിന്റെ ഹംസയായിട്ട് വരിക. പക്ഷെ ഫീലിന്റെ അക്ഷരത്തിന്റെ എണ്ണാണ് നമ്മൾ നോക്കേണ്ടത്. ഖുമാസിയും സുദാസിയുമായ ഫീലിന്റെ മസ്ദർ, ഫീലല്ലേ? നമ്മൾ അസ്മായിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അസ്മായിൽ ഫീൽ വരില്ലല്ലോ, മസ്ദറാണ് വരുള്ളൂ. എല്ലാ ഫീലിന്റെയും മസ്ദർ ഇസ്മുകളാണ് കേട്ടോ. എല്ലാ ഫീലിന്റെയും മസ്ദർ എന്താണ്? ഇസ്മുകളാണ്. നടന്നു എന്ന് പറഞ്ഞ ഫീലാണ്, നടക്കും എന്ന് പറഞ്ഞ ഫീലാണ്. പക്ഷെ നടക്കൽ എന്ന് പറയുന്നത് ഒരു ഇസ്മാണ്. ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു പേരല്ലേ അത് ഇസ്മാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ ഫീലിന്റെ ഡെഫിനേഷൻ ഒക്കെ പഠിച്ച സമയത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫീലിന് എപ്പോഴും കാലവുമായിട്ട് ബന്ധമുണ്ടാവും. കഴിഞ്ഞു പോയ കാലത്ത് പറയുന്നതാണ് നടന്നു എന്ന്, വരാനിരിക്കുന്ന കാലത്ത് പറയുന്നതാണ് നടക്കുമെന്ന്. പക്ഷെ നടത്തം എന്ന് പറയുന്നതിന് കാലവുമായിട്ട് ബന്ധമില്ല. ഏത് കാലത്തെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കാലവുമായിട്ട് കണക്റ്റഡ് അല്ല. അത് നടത്തം എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ പേരാണ്. അപ്പം അത് ഇസ്മാണ് ആവുക, എന്താവില്ല ഫീൽ ആവുക. കാലവുമായിട്ട് കണക്ട് ചെയ്താലേ ഫീൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് വേറെ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോവല്ല. നമുക്ക് തിരിച്ചു വരാം. അപ്പം ഏത് ഫിഅലിന്റെയും മസ്ദർ എന്താണ്? ഇസ്മാണ്. ഏത് ഫീലിന്റെയും മസ്ദർ ഇസ്മാണ്. അപ്പം സുദാസിയും ഖുമാസിയുമായ ഫീലുകളുടെ മസ്ദറുകളിലുള്ള ഹംസ വസുലിന്റെ ഹംസയാണ്. സുദാസിയും ഖുമാസിയുമായ ഫീലുകളുടെ മസ്ദറിലുള്ള ഹംസ, ഫീലിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഇസ്മിനെ കുറിച്ച്. മസ്ദറിലുള്ള ഹംസ വസുലിന്റെ ഹംസയാണ്. പിന്നെ ഉള്ളത് വളരെ എളുപ്പമാണ്. ഒരു ഹിഫ്ളാക്കുന്ന നമ്മൾ പഠിച്ചു വെക്കേണ്ട 10 ഇസ്മുകളിലുള്ള ഹംസയും എന്താണ്? വസുലിന്റെ ഹംസയാണ്. ഇസ്മ ഇസ്ത്, ഇബ്ന ഇബ്നത്ത് ഇബ്നമ, ഇംറോ ഇംറഅത്ത്, ഇസ്നാനി ഇസ്നതാനി, ഐമനുല്ലാഹ് എന്ന് പറയുന്ന ഖസമിൽ ഉപയോഗിക്കുന്ന ഒരു സാധനവും. ഇത്രയും സാധനങ്ങൾ, ഇത് 10 എണ്ണം ഉണ്ടാവും. എണ്ണി നോക്കിയേ, 2, 3, 5, 2, 7, 2, 9, 1, 10. ഓക്കെ, അപ്പൊ ഇസ്മ ഇസ്ത്, ഇബ്ന ഇബ്നത്ത് ഇബ്നമ, ഇംറോ ഇംറഅത്ത്, ഇസ്നാനി ഇസ്നതാനി, ഐമനുല്ലാഹ്. ഇത്രയും സാധനങ്ങളിലെ ഹംസ, ഇതൊക്കെ ഇസ്മുകളാണ്. ഈ ഇസ്മുകളിലെ ഹംസ വസുലിന്റെ ഹംസയാണ്. ഇതല്ലാത്ത ഒരു ഹംസയും നമുക്ക് എന്തല്ല? വസുലിന്റെ ഹംസയാണെന്ന് വിചാരിച്ച് നമ്മൾ ബേജാറാവണ്ട.
അപ്പൊ ഇസ്മുകളിലെ വസലിന്റെ ഹംസയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇസ്മുകളിലെ വസലിന്റെ ഹംസ എന്ന് പറഞ്ഞാല് ഒന്നുകിൽ അത് മസ്ദറാണോ നോക്കുക, സുലാസിയോ ഹുമാസിയോ ആയ ഫേലിന്റെ മസ്ദർ ആണെങ്കിൽ വസലിന്റെ ഹംസയാണ്, അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പേരാണെങ്കിൽ വസലിന്റെ ഹംസയാണ്. ഇനി നിങ്ങൾക്ക് തന്നു അബുൻ എന്ന് തന്നു, ഇതിൽ വസലിന്റെ ഹംസയാണോ ഖത്തയിന്റെ ഹംസയാണോ ഉള്ളതെന്ന് ചോദിച്ചു. അബുൻ എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ഒരു ഹംസ ഉണ്ടല്ലോ, വസലിന്റെ ആണോ ഖത്തയിന്റെ ആണോ നമ്മൾ നോക്കുക. അത് എന്തായാലും മസ്ദർ അല്ലല്ലോ, പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ 10 അതുണ്ടോ അബുൻ എന്നുള്ള വാക്ക്? ഇല്ല. അപ്പൊ അബുൻ എന്നുള്ള വാക്കിലെ ഹംസ എന്താണ്? ഖത്അാണ്. ഇബ്നു എന്ന് പറയുമ്പോഴോ, ഇബ്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട്, അപ്പൊ അത് വസ്ലാണ്. ഇസ്മുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, വസ്ലാണ്. മനസ്സിലായില്ലേ? ഇനി ഇസ്മുൻ എന്ന് പറയും പോലെ തന്നെയാണ് ഈ ഈ ആദ്യം എഴുതിയിരിക്കുന്ന 7 എണ്ണത്തിന്റെ തസ്നിയയും. ആദ്യം എഴുതിയിരിക്കുന്ന 7 എണ്ണത്തിന്റെ തസ്നിയയും എന്താണ് ഇതുപോലെ തന്നെയാണ്. അതായത് ഇസ്മു എന്ന് പറയും പോലെ തന്നെ ഇസ്മാനി എന്ന് പറഞ്ഞാലും വസലിന്റെ ഹംസ തന്നെയാണ്. ഇപ്പൊ തസ്നിയ എന്നേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലാക്കുക, ജമ്മു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അസ്മാ എന്ന് പറഞ്ഞാൽ എന്തായി പോകും, അത് ഖത്അാണ്. മനസ്സിലായല്ലോ? തസ്നിയ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ തസ്നിയ ഇബ്നാനി, 2 ഇബ്ൻ ഉണ്ടെങ്കിൽ ഇബ്നാനി എന്ന് പറയുമ്പം വബ്നാനി വസലിന്റെ ഹംസയായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ 7 എണ്ണത്തിന്റെ മുസന്നകളും ഇമ്രആനി എന്ന് പറഞ്ഞാല്, ഇമ്രഅത്താനി എന്ന് പറഞ്ഞാല് ഈ 7 എണ്ണത്തിന്റെ മുസന്നകളും എന്തെന്നെയാണ്? ഇതിന്റെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുക എന്ന് പറഞ്ഞാൽ വസലിന്റെ ഹംസ തന്നെയാണ്. ബാക്കിയുള്ള ഇതിനൊന്നും പിന്നെ ഇതൊക്കെ ഓൾറെഡി മുസന്നയാണ്, ഇതിന് മുസന്ന ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 7 എണ്ണത്തിന്റെ മുസന്ന എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതിലെല്ലാത്തിന്റെയും മുസന്ന എന്താണ്? പിന്നെ വസലിന്റെ ഹംസ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് തന്നെയാണ്. പക്ഷെ ഇതിനൊന്നും മുസന്ന ഉണ്ടാവില്ല, ഇതൊക്കെ ഓൾറെഡി മുസന്നയായിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞ 7 എണ്ണത്തിന്റെ മുസന്നകളും എന്താണ് എന്നാണ് പറയുന്നത്, അത് വസുലിന്റെ ഹംസയാണ്. അപ്പൊ ഈ 10 ഇസ്മുകളും വസുലിന്റെ ഹംസയാണ്. അതേപോലെ തന്നെ ഹുമാസിയും സുദാസിയുമായ വാക്കുകളുടെ മസ്ദറും വസുലിന്റെ ഹംസയാണ്. ക്ലിയർ ആണല്ലോ? പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇസ്മിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഹർഫിൽ ലാമു താരീഫ് മാത്രം. ഇസ്മിൽ ഏതൊക്കെ? ഈ പറഞ്ഞ സുദാസിയും ഹുമാസിയുമായ ഫീലുകളുടെ മസ്ദറുകളും പിന്നെ ഈ 10 ഇസ്മുകളും. ഇതിൽ മാത്രമേ ആരുള്ളൂ? വസുലിന്റെ ഹംസ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഖത്അയിന്റെ ഹംസയാണ്. ഇനി നമുക്ക് ഫിഅലിലേക്ക് പോവാന്നാല്. അപ്പം പിന്നെ ഫിഅലുകൾ വളരെ എളുപ്പമാണ്, നോക്കിക്കോ. ഫിഅലുകളെ കുറിച്ച് പറയുമ്പം മാളിയാണോ മുളാരി ആണോ എന്ന് നോക്കണം, അല്ലെ? മാളിയാണോ മുളാരി ആണോ നോക്കണം. ഇനി അമ്രും കൂടെ ഉണ്ട്, അമ്ര നമുക്ക് സെപ്പറേറ്റ് വേറെ പറയാനുള്ളതുകൊണ്ട് നമുക്ക് അമ്ര ഇപ്പൊ പറയണ്ട. മുളാരിയിലെ കംപ്ലീറ്റ് ഹംസയും എന്താണെന്ന് മനസ്സിലാക്കുക, ഖത്അാണെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? ഫിഅലില് മുളാരിയിൽ വരുന്ന എല്ലാ ഹംസയും, കാരണം മുളാരിയില് ഇപ്പം അഊദു, അഊദു, അഫ്അലു, അൻസുറു ഇങ്ങനെയാണ് ഹംസ വരിക സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പൊ മുളാരിയില് ഹംസ, മുളാരി എങ്ങനെ തുടങ്ങുക? ഒന്നുകിൽ താ കൊണ്ട്, അല്ലെങ്കിൽ യാ കൊണ്ട്, അല്ലെങ്കിൽ നൂൻ കൊണ്ട്, അല്ലെങ്കിൽ ഹംസ കൊണ്ട്, അല്ലെ? ആ തൈന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഹംസയും എന്തായിരിക്കും അറിയോ? ഞാൻ ചെയ്തു, ഞാൻ ചെയ്യും എന്ന് പറയാൻ വേണ്ടി, ഞാൻ എന്ന മുത്തക്കല്ലിമിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹംസ ആയിരിക്കും. ഈ ഹംസ എപ്പോഴും എന്താണ്? ഖത്അാണ്. അത് നമുക്ക് പിന്നെ വസ്ലായിട്ട് പറയാൻ പറ്റില്ല. വ അഊദു എന്ന് തന്നെ പറയണം, വഊദു എന്നല്ല, വ അഊദു അ എന്ന് തന്നെ പറയണം. അപ്പൊ മുളാരിയിലെ എല്ലാ ഹംസയും എന്താണ്? ഖത്അാണ്. മാളിയാണെങ്കിലാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളത്. മാളിയാണെങ്കിൽ അത് സുലാസിയോ റുബാഇയോ ആണെങ്കിൽ എന്തായിരിക്കും? ഖത്അായിരിക്കും. ഉദാഹരണത്തിന് അക്കല എന്ന് പറയുന്നതിലെ ഹംസ എപ്പോഴും എന്താണ്? മാളിയായ ഫീലാണ് നമ്മൾ പറയുന്നത്. ഫീലിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്, ഇതല്ല കേട്ടോ, നമ്മുടെ വിഷയമല്ല. ഫീലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫീലിനെ കുറിച്ച് പറയുമ്പം അക്കല എന്ന് പറയുന്ന മാളിയായ ഫീലിലെ ഹംസ എന്താണ്? ഖത്അഇന്റെ ഹംസയാണ്. 4 അക്ഷരമുള്ള അഖ്റജ അല്ലെങ്കിൽ അഅ്താ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഉള്ള ഹംസ എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഹംസ ഖത്അഇന്റെ ഹംസയാണ്. 3ഓ 4ഓ ആണെങ്കിൽ ഖത്അ. ഇനി 5ഓ 6ഓ അക്ഷരങ്ങളുള്ള മാളിയായ ഫീലാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഇൻ ഫഅല അല്ലെങ്കിൽ ഇൻ തലഖ, പിന്നെ ഇൻ ഖതഅ. അതേപോലെ തന്നെ 6 അക്ഷരമുള്ളത് ഇസ്തഖ്റജ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്തിഖ്റാജ് ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതിലുള്ള ഹംസ ഒക്കെ എന്തെന്നെയാണ്? വസ്ലിന്റെ ഹംസ തന്നെയാണ്. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? മാളിയായ ഫീലാണെങ്കിൽ 3ഓ 4ഓ അക്ഷരമാണെങ്കിൽ ഖത്അഉം 5ഓ 6ഓ അക്ഷരമാണെങ്കിൽ വസ്ലുമാണ്. മുളാരി ആണെങ്കിൽ എല്ലാം ഖത്അആണ്. മുളാരി ആണെങ്കിൽ എല്ലാ സാധനങ്ങളും, മുളാരിയായ ഫീലിൽ വരുന്ന എല്ലാ ഹംസയും എന്താണ്? സ്റ്റാർട്ടിങ്ങിലെ ഹംസനെ കുറിച്ച് മാത്രമാണ് ചർച്ച. സ്റ്റാർട്ടിങ്ങിലെ ഹംസയെ വസ്ലും ഖത്അഒക്കെ ആവുള്ളൂ, ബാക്കിയുള്ള ഹംസയൊക്കെ ഹംസ തന്നെയാണ്, അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മുളാരിയായ ഫീലിൽ ആദ്യം വരുന്ന എല്ലാ ഹംസയും ഖത്അആണ്. മാളി ആണെങ്കിൽ 3ഓ 4ഓ അക്ഷരമുള്ളതാണെങ്കിൽ ഖത്അആണ്, 5ഓ 6ഓ അക്ഷരമുള്ളതാണെങ്കിലോ വസ്ലുമാണ്. ഇനി നമുക്ക് എന്തിനെ കുറിച്ച് പറയാം? അംറിനെ കുറിച്ച് പറയാം. അംറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അംറിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ 3 അക്ഷരാണോ 4 അക്ഷരാണോ എന്ന് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഫീലില് മാളിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമുക്ക് 3, 4, 5, 6 എന്ന് നമ്മൾ പറയുന്നില്ല. നമുക്ക് തൽക്കാലം 3ഉം 4ഉം പഠിച്ചാൽ മതി. 3 ആണെങ്കിൽ വസ്ലും 4 ആണെങ്കിൽ ഖത്അഉമാണ്. നമ്മൾ എന്താ പറഞ്ഞ മക്കളെ? ഫീലില് മുളാരി
കംപ്ലീറ്റ് എന്താന്ന് പറഞ്ഞത്? ഖത്ത് ആണ്. മുലാരി കംപ്ലീറ്റ് ഖത്ത് ആണ്. മാദി ആണെങ്കിൽ 3ഉം 4ഉം 3 അക്ഷരമുള്ളതും 4 അക്ഷരമുള്ളതും രണ്ടും എന്താണ്? അക്കല എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഖത്ത് ആണ്. പക്ഷേ 5ഓ 6ഓ അക്ഷരമാണെങ്കിലോ വസ്ലാവും അല്ലെ? ഇസ്തഖ്റജ, ഇൻഫഅല എന്നൊക്കെ പറയുന്ന വസ്ലാവും. ഇവിടെ നേരെ തിരിച്ചാ വരുന്നത്. ഇവിടെ 3 അക്ഷരം ഉണ്ടെങ്കിൽ വസ്ലും 4 അക്ഷരം ഉണ്ടെങ്കിൽ ഖത്ഉമാണ്. ഏതില്? അംറില്. ഇപ്പൊ അക്രിം എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. മിനർ റുബാഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൽ അംറു മിനൽ ഫിഅലിർ റുബാഇ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അംറിൽ 4 അക്ഷരാണോ എന്നല്ല നോക്കേണ്ടത്, ഇത് വന്നിരിക്കുന്ന ഫിഅലിൽ 4 അക്ഷരാണോ എന്നാണ് നോക്കേണ്ടത്. മിനൽ ഫിഅലിർ റുബാഇ എന്നാണ് നോക്കേണ്ടത്. കണ്ടോ? മനസ്സിലായോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ പിന്നെ ഇസ്തിഖ്റാജ് ഒക്കെ പറഞ്ഞതുപോലെ അതിലെ ഫിഅലിലാണ് എണ്ണം നോക്കേണ്ടതെന്ന് പറഞ്ഞതുപോലെ ഇവിടെയും എന്താണ്? ഫിഅലിലെ എണ്ണമാണ് നോക്കേണ്ടത്. ഫിഅലിൽ എത്ര അക്ഷരം ഉണ്ട്? ഇവിടെ 4 അക്ഷരമില്ലേ? അപ്പൊ അക്രീം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ്? ഖത്ഇൻ്റെതാണ്. 4 അക്ഷരമുള്ള ഫിഅലിൽ നിന്നാണ് ആ അംർ എടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇത് പറയാൻ ഇതാണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കുക. ഇത് കാണുമ്പോൾ 3 അക്ഷരമുള്ളൂ. അപ്പൊ നമ്മൾ വേഗം വിചാരിക്കും 3 അക്ഷരമുള്ള അംർ എന്ന് പറഞ്ഞാൽ വസുലല്ലേ നേരിച്ച് ഇത് വസുൽ എന്ന് പറയും. പക്ഷെ ഇത് തെറ്റാണ്. കാരണം ഇത് അജാബ എന്ന 4 അക്ഷരമുള്ള ഫിഅലിൽ നിന്നാണ് ഈ അംർ എടുത്തിരിക്കുന്നത്. അജിബ്. അപ്പൊ അജിബിൽ എത്ര അക്ഷരം എന്നല്ല നമ്മൾ നോക്കേണ്ടത്, അജാബയിൽ 4 അക്ഷരമുണ്ട്. 4 അക്ഷരമുള്ള ഫിഅലിൽ നിന്ന് വരുന്ന അംറിൽ ഖത്ത് ആണ്. 3 അക്ഷരമുള്ള ഫിഅലിൽ നിന്ന് വരുന്ന അംറിൽ വസ്ലാണ്. കണ്ടോ? 3 അക്ഷരമുള്ള ഫിഅല് ലറബ. ഇവിടെ 4 അക്ഷരം ഉണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല, അതല്ല നോക്കേണ്ടത്. 3 അക്ഷരമുള്ള ഫിഅലിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ ഇദ്രിബ് എന്നത് നമ്മൾ ഇതിന് മുന്നിൽ വാവ് ചേർത്താൽ വദ്രിബ് എന്നാ വായിക്കുക. ഇവിടെ നസറ 3 അക്ഷരത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഉൻസുർ എന്നാ പറയേണ്ടത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ. പക്ഷെ വാവ് വന്ന ഉൻസുർ എന്നല്ല പറയാ, വൻസുർ എന്നാ പറയാ. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? വസ്ലാണ്. വളരെ സിമ്പിൾ ആണ്. ഫിഅല് ഞാൻ ഒന്നുകൂടെ പറയാം. മുലാരി ആണെങ്കിൽ കംപ്ലീറ്റ് ഖത്ത് ആണ്, പിന്നെ ചർച്ചയില്ല. മുലാരി ആണെങ്കിൽ കംപ്ലീറ്റ് ഖത്ത് ആണ്, പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. മാദി ആണെങ്കിൽ 3ഓ 4ഓ അക്ഷരമാണെങ്കിൽ ഖത്ത്, 5ഓ 6ഓ അക്ഷരമാണെങ്കിൽ വസ്ല്. ഉദാഹരണങ്ങൾ മനസ്സിലേക്ക് വരണം. ഇനി അംർ ആണെങ്കിൽ 3 അക്ഷരമാണെങ്കിൽ 3 അക്ഷരമുള്ള ഫിഅലിൽ നിന്ന് വരുന്ന അംർ ആണെങ്കിൽ വസ്ല്. 3 അക്ഷരമുള്ള ഫിഅലിൽ നിന്ന് വരുന്ന അംർ ആണെങ്കിൽ വസ്ല്. 4 അക്ഷരമുള്ള ഫിഅലിൽ നിന്ന് വരുന്ന അംർ ആണെങ്കിൽ ഖത്ത്. അംറിന്റെ അകത്തുള്ള എണ്ണം നോക്കരുത്, അത് എടുക്കുന്നത് ഏത് ഫിഅലിൽ നിന്നാണെന്ന് മനസ്സിലാക്കി ആ ഫിഅലിൽ എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇനി നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. പുസ്തകത്തിലേക്ക് നോക്കിക്കോളുക. അദ്ദർസുൽ ആഷിർ 10ാമത്തെ പാഠം. മിനൽ അഹാദീഥി ഷരീഫ, ശ്രേഷ്ഠമായ ഹദീസുകളിൽ നിന്ന്, പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന്. അൻ ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു, ഇത്തഖിൽ മഹാരിമ, നീ നിഷിദ്ധമായ കാര്യങ്ങളെ സൂക്ഷിക്കുക. തകുൻ അഅബദന്നാസ്, എങ്കിൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദായി തീരും. നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങളെ നീ മാറ്റി നിർത്തിയാൽ തന്നെ നീ വലിയ ആബിദായി തീരും. ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും നീ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ നീ വലിയ ആബിദായി തീരും. വർള ബിമാ ഖസമല്ലാഹു ലക, അള്ളാഹു നിനക്ക് വീതിച്ചു തന്നതിനെ, അള്ളാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെടുക. തകുൻ അഗ്നന്നാസ്, എങ്കിൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനായി തീരും. കിട്ടിയതിൽ നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ അവനാണ് ഏറ്റവും വലിയ ഐശ്വര്യവാൻ, അല്ലെ? എത്ര കിട്ടിയിട്ട് മതിയാവാത്ത ആൾക്കാർക്ക് പിന്നെ എത്ര കിട്ടിയിട്ട് എന്താ കാര്യം? അതേസമയം കിട്ടിയതിൽ തൃപ്തി ഉണ്ടെങ്കിൽ എത്ര കുറച്ച് കിട്ടിയാലും അയാൾ വലിയ സമ്പന്നനാണ്, അല്ലെ? അപ്പൊ ആവശ്യമുള്ളത് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിലുണ്ടായാൽ നമ്മൾ സമ്പന്നനായി. അപ്പൊ കിട്ടിയതിൽ തൃപ്തിപ്പെട്ടാൽ നീ ഏറ്റവും വലിയ സമ്പന്നനാകും, ഐശ്വര്യവാനാകും. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ, നീ നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യുക എങ്കിൽ നീ മുഅ്മിനാകും. നീ ഒരു നല്ല മുഅ്മിനാവണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യണം. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും നീ ഇഷ്ടപ്പെടണം. നിനക്ക് ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് ഉണ്ടാകുന്നതും നിനക്ക് ഇഷ്ടമായിരിക്കണം. നിനക്കിഷ്ടമില്ലാത്തത് അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടമാവാൻ പാടില്ല. നിന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുക എന്നത് നിനക്ക് ഇഷ്ടമില്ല, അത് ജനങ്ങൾക്കും സംഭവിക്കുന്നത് നീ ഇഷ്ടപ്പെടാൻ പാടില്ല. നിനക്ക് സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അത് ജനങ്ങൾക്ക് ലഭിക്കുന്നതിലും ജനങ്ങൾക്ക് ഉണ്ടാകുന്നതിലും അതും ജനങ്ങൾക്ക് കിട്ടുന്നതും നീ ഇഷ്ടപ്പെടണം. എങ്കിൽ തെക്കുൻ മുസ്ലിമാ, നീ നല്ല മുസ്ലിമായി തീരും. മനസ്സിലായോ? നല്ല മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിന്റെ നഫ്സിന് വേണ്ടി നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് നീ ആഗ്രഹിക്കുക. ആരോടും അസൂയയില്ലാതെ, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നതിൽ വിഷമമില്ലാതെ, മറ്റുള്ള ആളുകളൊക്കെ നശിച്ചു പോട്ടെ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ എല്ലാവരും നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ് ശരിയായ മുസ്ലിം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇന്ന് എത്ര മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ മുസ്ലിം ആണോന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. വലാ തുക്സിരി ളഹ്ക, നീ ചിരി അധികരിപ്പിക്കരുത്. ചിരി അധികരിപ്പിക്കരുത്. ഫഇന്ന കസ്റത ളഹ്കി തുമീതുൽ ഖൽബ, കാരണം അമിതമായി ചിരിക്കുന്നത് ഹൃദയത്തെ മരിപ്പിക്കുന്നതാണ്. ഹൃദയത്തെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ കഠിനമാക്കി കല്ലുപോലെ ആക്കി കളയും, ഹൃദയത്തെ നശിപ്പിച്ച് കളയും. ഒരുപാട് ചിരിക്കുന്ന ആളുകളുടെ മനസ്സ്
എന്തുണ്ടാവൂല, ഈ എമ്പതി സിമ്പതി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് മനസ്സിലുണ്ടാവില്ല. മാത്രമല്ല ഈമാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പ്രയാസം ഉണ്ടാവും. ഈമാൻ കയറണമെങ്കിൽ വളരെ സോഫ്റ്റായ കൽബ് വേണം. സോഫ്റ്റ് ആവാതെ കടുത്തുപോയ ചത്തുപോയ ഹൃദയത്തില് ഈമാനും അള്ളാഹുവിന്റെ ആയത്തുകളൊന്നും അങ്ങോട്ട് കടക്കൂല. അപ്പോൾ അങ്ങനെ ആയിപ്പോകും ചിരി അധികരിപ്പിക്കുന്നത്. ചിരി അധികരിപ്പിക്കരുത് കേട്ടോ. ആവശ്യത്തിന് ചിരിക്കണം, പുഞ്ചിരിക്കണം. അനാവശ്യമായി പൊട്ടിച്ചിരിക്കുകയോ അനാവശ്യമായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യരുത്. അപ്പൊ തജിദു ഫിൽ ഹദീഥി സാബിഖി, ഇപ്പൊ കഴിഞ്ഞ ഹദീസിൽ നിനക്ക് കാണാം ഹമസാത്തിൻ മുലവന, കുറെ ഹംസകളെ അല്ലെങ്കിൽ അലിഫുകളെ കളർ കൊടുത്തതായിട്ട് കാണാം. തുസമ ഹംസത്തുൽ വസ്ല്, ഈ കളർ കൊടുത്തിട്ടുള്ളതൊക്കെ വസ്ലിന്റെ ഹംസകളാണ്. അല്ലാത്തത് കളർ കൊടുത്തിട്ടില്ല. അഅബദ്, അഹ്സിൻ എന്നിടത്തൊന്നും നമ്മൾ കളർ കൊടുത്തിട്ടില്ല. അഹിബ അതൊന്നും എന്തല്ല, അപ്പം വസ്ലിന്റെ ഹംസകൾ അല്ല. കളർ കൊടുത്തതൊക്കെ വസ്ലിന്റെ ഹംസകളാണ്. വൽ ഹമസാത്തു നൗആനി, ഹംസകൾ രണ്ട് കാറ്റഗറിയാണ്. ഹംസത്തു ഖത്ഈൻ ഹംസത്തു വസ്ലിൻ, ഖത്ഈന്റെ ഹംസയും വസ്ലിന്റെ ഹംസയും. ഹംസത്തുൽ ഖത്ഈ തസ്ബുതു ഫിൽ ഇബ്തിദാഇ വൽ വസ്ലി, ഹംസത്തുൽ ഖത്ഈ എന്ന് പറയുന്നത് തുടക്കത്തിലാണെങ്കിലും ചേർത്തി വായിക്കുമ്പോഴാണെങ്കിലും രണ്ട് സ്ഥലത്തും ഉണ്ടാകുന്നതാണ്, സ്ഥിരപ്പെടുന്നതാണ്, വായിക്കുന്നതാണ്. ഹംസത്തുൽ വസ്ലി തസ്ബുതു ഫിൽ ഇബ്തിദാഇ വ തസ്ഖുതു ഫിൽ വസ്ലി, എന്നാൽ വസ്ലിന്റെ ഹംസ തുടക്കത്തിൽ മാത്രം സ്ഥിരപ്പെടുകയും ചേർത്തി വായിക്കുന്ന സമയത്ത് കളയപ്പെടുകയും ചെയ്യും. കഴിഞ്ഞു, ഡെഫിനിഷൻ കഴിഞ്ഞു. വലാ തദ്ഖുലു ഹംസത്തുൽ വസ്ലി ഫിൽ ഹുറൂഫി ഇല്ലാ ഫി ലാമി തഅരീഫ്, ഹംസത്തുൽ വസ്ല് ഹർഫുകളിൽ നിന്ന് ലാമു തഅരീഫിൽ മാത്രമേ വരാറുള്ളൂ. അൽ ഗുലാം, അൽ ഫറസ് ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളിലാണ് അല്ല് ചേർക്കുമ്പോഴാണ് എന്ത് ചെയ്യുക. അല്ല് എന്ന് പറയുന്ന ലാമു തഅരീഫ് എന്ന് പറയുന്ന ഒരു ഹർഫാണ്. അതിൽ വരുന്ന ആ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ഇത് നോക്കുമ്പം ഇത് ഇസ്മല്ലേ എന്ന് വിചാരിക്കണ്ട, അൽ ഗുലാം എന്ന് പറയുമ്പോൾ ഇസ്മല്ലേ എന്ന് വിചാരിക്കണ്ട. അതിന്റെ അകത്തുള്ള ലാമു തഅരീഫിലെയാണ്, ലാമു തഅരീഫ് എന്ന് പറയുന്ന ഹർഫിലാണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്, ഹംസ പ്രവേശിച്ചിരിക്കുന്നത്. ഇസ്മിലാണെങ്കിൽ ആ ഇസ്മു സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹംസ കൊണ്ടായിരിക്കണമായിരുന്നു. അസദുൻ, അർണബ് എന്നൊക്കെ പറയുന്നത് ഹംസ കൊണ്ട് തുടങ്ങുന്ന ഇസ്മുകളാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഇസ്മല്ലല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ അൽ എന്നതിന്റെ അകത്ത് എന്ത് വന്നിരിക്കുന്നു, ലാമു തഅരീഫിൽ ഹംസ വന്നിരിക്കുന്നു. അപ്പൊ ആ ലാമു തഅരീഫ് എന്ന് പറയുന്ന ഹർഫിൽ പ്രവേശിക്കുന്ന ഹംസ വസ്ലിന്റെ ഹംസയാണ്. ബാക്കി ഏത് ഹർഫില്, ഇന്ന എന്ന് പറയുന്ന ഹർഫുണ്ട്, അതിലുള്ള ഹംസ ഖത്ഈന്റെ ഹംസയാണ്. അന്ന ഉണ്ട്, ഖത്ഈന്റെ ഹംസയാണ്. ഐനയുണ്ട്, എല്ലാ ഹംസകളും എന്താണ്, ഖത്ഈന്റെ ഹംസകളാണ്. വസ്ലിന്റെ ഹംസകൾ വരുന്നത് എവിടെ മാത്രമാണ്, വസ്ലിന്റെ ഹംസ വരുന്നത് നമുക്ക് ലാമു തഅരീഫിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വലാ തദ്ഖുൽ ഫിൽ അസ്മാഇ ഇല്ലാ ഫി മസാദിറിൽ അഫ്ആൽ ഖുമാസിയ വ സുദാസിയ, അതേപോലെ തന്നെ ഫിഅലുകളിലാണെങ്കിൽ സുദാസിയും ഖുമാസിയുമായ ഫീലുകളുടെ മസ്തറിലാണ്, ഫീലുകളിലല്ല ഇസ്മുകളിലാണെങ്കിൽ ഖുമാസിയും സുദാസിയുമായ ഫീലുകളുടെ മസ്തറിലാണ് എന്ത് പ്രവേശിക്കുക, ഹംസ പ്രവേശിക്കുക. ഇന്തിലാഖ്, ഇസ്തിഖ്റാജ്. അപ്പൊ അല്ല് ഇന്തിലാഖ് എന്ന് എഴുതരുത് കേട്ടോ, ഇന്തിലാഖ് എന്ന് എഴുതിയാൽ മതി. അൽ ഇന്തിലാഖ് അൽ ഇസ്തിഖ്റാജ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇന്തിലാഖ് ഇസ്തിഖ്റാജ് എന്ന് എഴുതിയാൽ മതി. അപ്പോഴാണ് ഹംസ വരും. മറ്റേത് അല്ലിൽ പ്രവേശിച്ച ഹംസന്റെ ഉദാഹരണമായി പോകും. അപ്പം ഇതിൽ ഈ പറഞ്ഞ മസ്തറുകളിലും മഹ്ഫൂളായ 10 ഇസ്മുകളിലും, ആ മഹ്ഫൂളായ 10 ഇസ്മുകൾ ഏതൊക്കെയാ, ഇസ്മ, ഇസ്ത്, ഇബ്ന്, ഇബ്നത്ത്, ഇബ്നമ്, ഇംറു, ഇംറത്ത്, ഇസ്നാൻ, ഇസ്നതാനി, ഐമനുല്ലാഹ് ഫിൽ ഖസം, ഖസമിൽ ഉപയോഗിക്കുന്ന ഐമനുല്ലാഹ്. അപ്പൊ തസ്നിയത്തു സബഅത്തിൽ ഊലാ ബി മൻസിലത്തിഹിന്ന, ഇതിൽ ആദ്യം പറഞ്ഞ 7 എണ്ണത്തിന്റെ ഇസ്മ, ഇസ്ത്, ഇബ്ന്, ഇബ്നത്ത്, ഇബ്നമ്, ഇംറു, ഇംറത്ത് എന്ന് പറയുന്ന 7 എണ്ണത്തിന്റെ തസ്നിയയും ഇതിന്റെ സ്ഥാനത്ത് തന്നെയാണ്. ഇതിന്റെ സ്ഥാനത്ത് തന്നെയാണെന്ന് പറഞ്ഞാല് വസ്ലിന്റെ ഹംസ തന്നെയാണ്. എന്നാൽ ഫിഅല് ഫൈന മുളാരിൻ ഹംസാത്തു ഹംസാത്തു ഖത്ഈൻ, അത് മുളാരി ആണെങ്കിൽ അതിൽ ഖത്ഈന്റെ ഹംസയാണ്. എല്ലാ ഹംസയും മുളാരിയായ എല്ലാ ഫീലിലും വരുന്ന ഹംസ എന്താണ്, മുളാരിയായ ഫീലിന്റെ തുടക്കത്തിൽ വരുന്ന എല്ലാ ഹംസയും ഖത്അ ആണ്. അത് 5 അക്ഷരം ഉണ്ടാവട്ടെ, 4 അക്ഷരം ഉണ്ടാവട്ടെ, 3 അക്ഷരം ഉണ്ടാവട്ടെ, 6 അക്ഷരം ഉണ്ടാവട്ടെ, എത്ര അക്ഷരം ഉണ്ടായാലും ശരി, മുളാരിയായ ഫീലിലെ ഹംസയൊക്കെ ഖത്ഈന്റെ ഹംസയാണ്. അഊദു, അഹ്മദു. വൈകാന മാളിയൻ, ഇപ്പൊ ഇനി അസ്തഖ്രിജു എന്ന് പറഞ്ഞു, അസ്തഖ്രിജു എന്ന് മുളാരിയായിട്ട് പറഞ്ഞാൽ അതിലുള്ള ഹംസ എന്താണ്, ഖത്ഈന്റെ ഹംസയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുക, മുളാരിയാണോ മാളിയാണോ എങ്ങനെ മനസ്സിലാവുക? മാളി ആണെങ്കിൽ അവസാനം ഫത്ഹയായിരിക്കും എപ്പോഴും, മാളി ആണെങ്കിൽ എപ്പോഴും അവസാനം ഫത്ഹയായിരിക്കും. ഇസ്തഖ്റജ എന്നാ പറയാ. അസ്തഖ്രിജു എന്ന് പറയുമ്പോൾ അവസാനം ലമ്മല്ല ഉള്ളത്. ഇപ്പൊ മുഅറബായ ഒരേ ഒരു ഫിയലാണ് ആര്, മുളാരി. അപ്പൊ ലമ്മ അവസാനം വരുന്നുണ്ടെങ്കിൽ അത് മുളാരിയാണെന്ന് മനസ്സിലാക്കണം എപ്പോഴും. അതായത് മുഫ്രദായ രൂപം എടുക്കണേ, ഫസ്റ്റത്തെ രൂപം എടുക്കണേ, സർഫാക്കിയിട്ട് അങ്ങോട്ട് അടങ്ങും പോകുന്ന രൂപം എടുക്കരുത്. ഫസ്റ്റത്തെ രൂപം എടുക്കുമ്പം അവസാനം ഫത്ഹ വരുന്നുണ്ടെങ്കിൽ അത് മാളിയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അസ്തഖ്രിജു എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഹംസ എന്താണ്, വസ്ലിന്റെ ആണോ ഖത്ഈന്റെ ആണോ? ഹംസ മുളാരിയായ എല്ലാത്തിലും ഖത്ഈന്റെ ഹംസയാണ്. അപ്പൊ അത് ഖത്ഈന്റെ ഹംസയാണ്. അതേസമയം ഇസ്തഖ്റജ എന്ന് പറഞ്ഞാൽ മാളിയാവും, മാളിയാവുമ്പോ എന്തായി, നിയമം മാറി അല്ലെ. അപ്പൊ മുളാരിയിലെല്ലാം ഖത്ഈന്റെ ഹംസയാണ്. അപ്പൊ ഇങ്ങനെ മാളിയൻ, മാളിയാണെങ്കിലോ സുലാസിയൻ റുബാഇയൻ, അത് 3 അക്ഷരമോ 4 അക്ഷരമോ ആവട്ടെ, 3 അക്ഷരമോ 4 അക്ഷരമോ ആണെങ്കിൽ ഹംസാത്തു ഖത്ഈൻ, അതും ഖത്അ ആണ്. അകല, അഖദ, അഖ്റജ, അഅത ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, 3 അക്ഷരമോ 4 അക്ഷരമുള്ള മാളിയൊക്കെ ഖത്അ ആണ്. ഇങ്ങനെ ഖുമാസിനോ സുദാസിനോ, പക്ഷെ 5 6 അക്ഷരം ഉണ്ടെങ്കിൽ ഹംസാത്തു വസ്ലിൻ, അപ്പൊ അതെന്താവും, വസ്ലിന്റെ ഹംസയാകും. ഇൻതലഖ, ഇസ്തഖ്റജ, കണ്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്, മാളിയായ ഫീലുകളാണ്. അതിലൊക്കെ ഉള്ള ഹംസ വസ്ലിന്റെ ഹംസയാണ്. കാരണം എന്താ, 5 6 അക്ഷരം ഉണ്ട്.
3 4 അക്ഷരമാകുമ്പോൾ മാദിയിൽ ഖത്അ. വഅമ്മൽ അംറു അംറാണെങ്കിൽ ഫഇൻകാന മിന റുബാഇ ഫഹംസാത്തു ഹംസാത്തു ഖത്ഇൻ. റുബാഇ ആണെങ്കിൽ ഖത്ഇന്റെ ഹംസയാണ്. റുബാഇ ആണെങ്കിൽ അല്ല, റുബാഇയിൽ നിന്നുള്ള റുബാഇയായ ഫിഇലിൽ നിന്ന് എടുക്കുന്ന അംറാണെങ്കിൽ, അക്രമയിൽ നിന്ന് എടുക്കുന്ന അക്രിം, അജാബയിൽ നിന്ന് എടുക്കുന്ന അജിബ്, ഇതൊക്കെ എന്താണ്? ഖത്അ ആണ്. വഇൻകാന മിനസ്സുലാസിയ്യി, വഇൻകാന സുലാസിയൻ അല്ല, വഇൻകാന മിനസ്സുലാസിയ്യി, അത് സുലാസിയായ ഫിഇലിൽ നിന്ന് എടുക്കുന്ന അംറാണെങ്കിൽ ഫഹംസാത്തു ഹംസത്തു വസ്ലിൻ, അതിലുള്ള ഹംസയൊക്കെ എന്താണ്? വസ്ലിന്റെ ഹംസയാണ്. ഇദ്രിബ്, ഇഫ്തഹ്, ഉൻസുർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊക്കെ വരുന്ന ഹംസകൾ വസ്ലാണ്. വദ്രിബ്, കദ്രിബ്, വഫ്തഹ്, വൻസുർ എന്നൊക്കെ നമ്മൾ വായിക്കുക. വ ഉൻസുർ എന്നൊന്നും വായിക്കൂല. മനസ്സിലായല്ലോ? അത് വസ്ലാണ്. ഇപ്പൊ മുലാരി അംറാണെങ്കിൽ 3 അക്ഷരമുള്ള ഫീലിൽ നിന്നാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ അത് വസ്ല്, 4 അക്ഷരമുള്ള ഫീലിൽ നിന്ന് എടുത്തത് എന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഖത്അ ആണ്. ലിൽ വസ്ലി ഹംസുൻ സായിദുൻ ലാ യസ്ബുതു ഇല്ലാ ഇദബ്തുദി ബിഹി കസ്തസ്ബിതു. ലിൽ വസ്ലി ഹംസുൻ സായിദുൻ, ഒരു സായിദായ ഹംസ ഉണ്ട്, വസ്ലിന്റെ ഹംസ എന്നാണ് ഇതിന്റെ പേര്. ലാ യസ്ബുതു ഇല്ലാ ഇദബ്തുദി ബിഹി, അത് സ്റ്റാർട്ടിങ്ങിൽ വായിക്കുമ്പോഴല്ലാതെ ആ ഹംസ അവിടെ നിലനിൽക്കൂല. സ്റ്റാർട്ടിങ്ങിൽ വായിക്കുമ്പോൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ചേർത്ത് വായിക്കുമ്പോൾ അതങ്ങ് കളഞ്ഞു പോകും. കസ്തസ്ബിതു, ഇസ്തസ്ബിതു എന്ന് വായിക്കുമ്പം അതിലെ ഈ എന്നത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ക എന്ന് കൊണ്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത് അത് പറയുന്നില്ലല്ലോ. അതേപോലെ അപ്പൊ ഹംസ 2 വിധമുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഹംസത്തു ഖത്ഇൻ വസ്ലിൻ അല്ലെ. ഹംസത്തുൽ ഖത്ഇ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? തസ്ബുതു ഫിൽ ഇബ്തിദായി വൽ വസ്ലി. ഹംസത്തുൽ വസ്ലോ തസ്ബുതു ഫിൽ ഇബ്തിദായി വതസ്ഖുതു ഫിൽ വസ്ലി. ഇനി ഹർഫുകളിൽ നിന്ന് ഹംസത്തുൽ വസ്ലി ഫീമ തദ്ഖുലു, എന്തിലാ പ്രവേശിക്കുക? ഫിൽ, ഫി, ലാമി താരിഫ്. ഇല്ലാ ഫി ലാമി താരിഫ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ലാ തദ്ഖുലു വരുമ്പോഴാണ് ഇല്ലാ ഫി എഴുതുക. 2 നെഗറ്റീവ് ചേരുമ്പോഴാണ് എന്താ പോസിറ്റീവ് ആവുക. അപ്പൊ ലാ എഴുതുന്നില്ല, പിന്നെ ഇല്ല എഴുതേണ്ട ആവശ്യമില്ല. തദ്ഖുലു ഹംസത്തുൽ വസ്ലി മിനൽ ഹറൂഫി ഫി ലാമി താരിഫ്, ഫി ലാമി താരിഫ്. അൽ അസ്മാഉൽ ഇസ്റത്തുൽ മഹ്ഫൂദ മാഹിയ, അസ്മാഉൽ ഇസ്റ മഹ്ഫൂദ ഏതൊക്കെയാണ്? ഇസ്മ, ഇസ്ത്, ഇബ്ന്, ഇബ്നത്ത്, ഇബ്നമ, ഇംറു, ഇംറാത്ത്, ഇസ്നതാനി, ഇസ്നാനി, ഇസ്നതാനി, പിന്നെ ഐമനുല്ലാഹ്. പിന്നെന്താ? തദ്ഖുലു ഹംസത്തു വസ്ലിൻ ഫി തസ്നിയത്തിൽ അസ്മാഇ സബഅത്തി. 7 ഇസ്മുകളുടെ തസ്നിയയിൽ ഹംസത്തു വസ്ൽ വരാറുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. സിമ്പിൾ തന്നെയാണ്. ആ 10 ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് 10 പറഞ്ഞു കൊടുത്താൽ നമുക്ക് 7 പറയാൻ വളരെ എളുപ്പമാണ്. അതിന്റെ മുന്നത്തെ 7 പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ ആ 7 ചോദിച്ചെങ്കിൽ നമ്മൾ പിന്നെ 7 എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്താ ഇത് ഇസ്നാൻ ഇസ്നതാനി എന്ന് എഴുതി കൊടുക്കരുത്. ബാക്കിയുള്ള 7 എഴുതി കൊടുക്കുക. ഐമനുള്ളയും ഇസ്നാൻ ഇസ്നതാനി അല്ലാത്ത ബാക്കി 7 എഴുതി കൊടുക്കുക. ഇനി മുനാസിബായത് കൊണ്ട് പൂരിപ്പിക്കാനാ പറയുന്നത്. ഹംസത്തു മസാദിരിൽ അഫ്ആൽ ഖുമാസിയ, ഖുമാസിയായ ഫേലുകളുടെ മസ്ദർ ഏതിലാ വരിക? ഇന്തിലാഖ്, ഇസ്തിഖ്റാജ് ഏതിലാ വരിക? വസ്ലിലാണ് അല്ലെ. അപ്പൊ ഹംസത്തു വസ്ലാണ്. മുലാരിയിലെ ഹംസയോ? മുലാരിയിലെ എല്ലാ ഹംസയും ഖത്ത് ആണ്. ആലോചിക്കേണ്ട ആവശ്യം തന്നെയില്ല, ഖത്ത് ആണ്. ഇസ്തിലെ ഹംസ, ഇസ്ത് നമ്മൾ പറഞ്ഞ 10 ഇസ്മുകളിൽ പെട്ടതാണ്. അപ്പൊ അതിലെ ഹംസ എന്താണ്? അത് വസ്ലാണ്. സുലാസിയായ ഫിഅലിന്റെ അംറിന്റെ ഹംസ, സുലാസിയായ ഫിഅലിന്റെ അംറിന്റെ ഹംസ. അപ്പൊ ഉൻസുർ, നസറ, ഉൻസുർ എന്താണ്? വസ്ലാണ്. പിന്നെന്താണ്? റുബാഇയായ ഫീലിന്റെ അംറാണെങ്കിലോ അതിലെ ഹംസ എന്തായിരിക്കും? അജാബ, അജിബ്, അക്രമ, അക്രീം, അത് ഖത്അ ആണ്. ഖത്അ ശരിയാക്കാൻ പറയുന്നുണ്ട്. വഅഗ്സിൽഹു ബിൽ മാഇ എന്നാണോ വായിക്കേണ്ടത്? വഗ്സിൽഹു ബിൽ മാഇ എന്നാണോ വായിക്കേണ്ടത്? വഗ്സിൽഹു ബിൽ മാഇ. ഗസല യഗ്സിലു എന്നുള്ള 3 അക്ഷരമുള്ള ഫീലിൽ നിന്നുള്ള ഒരു അംറാണത്. ഇപ്പൊ വഗ്സിൽഹു എന്നാ വായിക്കേണ്ടത്. വദ്രിബ് സൈദൻ ശരി തന്നെയാണ്. അപ്പൊ ശരി ഇട്ടാ മതി. വഹ്ബിബ് അഖാക, അവിടെ വഹ്ബിബ് എന്ന് വായിച്ചാൽ ശരിയാവോ? അഹ്ബിബ്, അഹബ്ബ, യുഹിബ്ബു എന്ന 4 അക്ഷരമുള്ള ഫീലിൽ നിന്നാണ് അംർ വരുന്നത്. അപ്പം അഹ്ബിബ് അഖാക എന്ന് തന്നെ പറയണം. വ അഹ്ബിബ് അഖാക എന്ന് തന്നെ പറയണം. ഇനി കാന ഇസ്തിഖ്റാജുഹു അദ്ല, അത് കാന ഇസ്തിഖ്റാജുഹു എന്ന് വായിക്കാൻ പാടില്ല. കാന ഇസ്തിഖ്റാജുഹു, ആ കസറങ്ങ് മൈച്ചളയ, അത് വായിക്കാം. അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല. കാന ഇസ്തിഖ്റാജുഹു എന്ന് വായിച്ചാൽ മതി. വസ്ലിന്റെ ഹംസയാണ് അല്ലേ. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ ലിസാനുൽ ഖുർആനിലെ മുഴുവൻ പാഠങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വീണ്ടും അറിയിക്കുക. അസ്സലാമു അലൈക്കും.